സ്കൂൾ അധ്യയനങ്ങൾ തുടർച്ചയായി തടസ്സപ്പെടുന്നത് വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തുന്നു. പുതിയ അധ്യയന വർഷം തുടങ്ങി 2 മാസം പിന്നിട്ടിട്ടും പാഠ്യദിനങ്ങൾ നാമമാത്രമായാണ് വിദ്യാലയങ്ങൾക്ക് ലഭിച്ചത്. സ്കീം ഓഫ് വർക്ക് പ്രകാരമുള്ള പഠനം നടത്താൻ സംസ്ഥാനത്തെ 90% സ്കൂളുകൾക്കും കഴിഞ്ഞിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. അവധി ദിനങ്ങൾ കൂടിയതുകൊണ്ട് പാഠ്യഭാഗങ്ങൾ തീർക്കാൻ കഴിഞ്ഞില്ലെന്നത് ഓണപ്പരീക്ഷയെ താളം തെറ്റിച്ചിരിക്കുകയാണ്. ഈ മാസം 13-നാണ് ഓണപ്പരീക്ഷ തുടങ്ങുക. കാലവർഷക്കെടുതിയിലുള്ള അപ്രതീക്ഷിത അവധികൾ പരീക്ഷ നടത്തിപ്പിന് തിരിച്ചടിയാകും. ജൂൺ ജൂലൈ മാസങ്ങളിലുള്ള 45 അധ്യയന ദിനങ്ങളിൽ അധ്യാപകരെ സെൻസസ് പ്രവർത്തനം ഏൽപ്പിച്ചതിലൂടെ 10ഓളം ദിനങ്ങൾ പഠനം തടസ്സപ്പെടുത്തി. കൂടാതെ ലോകകപ്പ് അവധിയും അധ്യയനത്തെ താളം തെറ്റിച്ചു. ആഗസ്റ്റിൽ മാത്രം 4 ദിനങ്ങൾ അവധിയായി. പരീക്ഷയ്ക്കിനി കുറഞ്ഞത് 5 ദിവസങ്ങൾ മാത്രമാണുള്ളത്. കുറഞ്ഞത് 3 പാഠഭാഗങ്ങളാണ് ഓണപ്പരീക്ഷ വർക്ക് സ്കീമിൽ ഉൾപ്പെട്ടത്. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ വികേന്ദ്രീകൃത പരീക്ഷാ ചോദ്യ പേപ്പറായതിനാൽ ഓണപ്പരീക്ഷ ചോദ്യങ്ങളും പഠിക്കാത്ത അറിയാത്ത പാഠങ്ങളിൽ നിന്നായിരിക്കുമെന്നാണ് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും വലയ്ക്കുന്നത്. മുൻവർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി എല്ലാവരെയും വിജയിപ്പിക്കാൻ പദ്ധതി തടസ്സപ്പെട്ടതോടെ പരീക്ഷാഫലത്തിൽ ഇത് പ്രതിഫലിക്കുമോ എന്ന ആശങ്കയിലാണവർ. കാലവർഷ പ്രവചനത്തിൽ സംസ്ഥാനത്ത് മഴ ഇനിയും തുടരുമെന്ന മുന്നറിയിപ്പ്, സ്കൂൾ പഠന അധ്യയന ദിനങ്ങളുടെ അനിശ്ചിതത്വം അധ്യാപകരെയും വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ.